ഇപ്പോൾ നടക്കുന്ന ചർച്ചകളൊക്കെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് കാണുന്നില്ല. അത് ഈ പറഞ്ഞ സമവാക്യങ്ങൾ മാറുന്ന രൂപത്തിൽ കേരള കോൺഗ്രസിൻ്റെയൊക്കെ മനസ്സ് മാറുന്ന സാഹചര്യം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് തൊട്ടേ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. തദ്ദേശത്തിലല്ല, ഉപതെരഞ്ഞെടുപ്പ് തൊട്ടേ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സൂചനകളുണ്ട്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ പോകില്ല എന്ന സാധ്യതയും അവിടെ നിൽക്കുന്നു. ഇപ്പോൾ പോകുമെന്നൊന്നും നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി ബന്ധപ്പെട്ട് അവരുടെ യോഗം നടന്നിരുന്നു. പാർലമെന്ററി പാർട്ടി യോഗം റോഷി അഗസ്റ്റിന്റെ വീട്ടിൽ നടന്നപ്പോൾ അവിടെ കൂടുതൽ നേതാക്കളും യുഡിഎഫിലേക്ക് പോകേണ്ടതുണ്ട് എന്ന അഭിപ്രായം പറയുന്നു. അത് പിന്നീട് ചർച്ചയാക്കാമെന്ന് പറയുന്നു. പിന്നീട് ആലോചിക്കാം. ഇപ്പോൾ എന്ത് പറഞ്ഞു മാറും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം എന്ത് പറഞ്ഞാണ് മാറുക? ആവശ്യപ്പെട്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യപ്പെടാൻ പോകുന്ന 13 ആണ്. 13 അല്ല 15 ചോദിച്ചാലും ചിലപ്പോൾ എൽഡിഎഫ് കൊടുത്തെന്നിരിക്കും. അപ്പോൾ പിന്നെ എന്ത് പറഞ്ഞു മാറും എന്നുള്ള വിഷയം നിൽക്കും. പക്ഷേ ഈ പറഞ്ഞ സഭയുടെ സമ്മർദ്ദം അവിടെ നിൽക്കുന്നു. സഭകളുമായി അല്ലെങ്കിൽ കത്തോലിക്ക സഭ മാത്രമല്ല വിവിധ സഭകളുമായിട്ടൊക്കെ ഇപ്പോൾ യുഡിഎഫ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആ രൂപത്തിൽ അത് നന്നായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സിനഡ് പരിപാടിയിൽ ഒരിക്കലും പുറത്തുനിന്ന് ഒരാളെ കയറ്റില്ല. അവിടെ പ്രതിപക്ഷ നേതാവ് പോയത് കയറി ചെന്നതല്ല, അവിടേക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ചില സൂചനകളുണ്ട് എന്ന് വേണം കരുതാൻ.